ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിരി ഇടിയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ എന്നെ മാത്രമേ കാണുന്നുള്ളൂ, എന്നാൽ ആ കുട്ടി പുറത്തിലുണ്ട്. അപ്പോൾ അവളുടെ ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അച്ചാച്ചൻ എവിടെയില്ല, അച്ചാച്ചൻ എൻ്റെ വീട്ടിൽ പോയേക്കാണ്. അവിടെ കുറേ ചക്ക മാങ്ങ തേങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ടുവരാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ. മാങ്ങ തേങ്ങയൊന്നുമില്ല കേട്ടോ, ചുമ്മാ ചക്ക ഉണ്ട്. അപ്പോൾ ചക്ക നമ്മുടെ മെയിൻ ആയതുകൊണ്ടും അപ്പോൾ അത് പറിച്ചപ്പോൾ നമ്മളും കൂടെ ചെന്നിട്ട് പറിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. ഇവിടെ ജലദോഷവും ഇതൊക്കെ വന്ന കാരണം വെട്ടി വെച്ചിട്ടുണ്ട്, മമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് അച്ചാച്ചൻ വീട്ടിലേക്ക് പോയേക്കാണ്. വരും, വലിയ താമസമില്ലാതെ വരും, കാരണം ഞങ്ങളുടെ മാത്രം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വരും. അപ്പം ഞാൻ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഒരു Q&Aക്കുള്ള മറുപടി തരാം, അതായത് ആൻസർ തരാം എന്ന് വിചാരിച്ചു. അവിടെ ഇവിടെ വായോ. അപ്പം കുറേ നാളായി നമ്മളൊരു Q&A ചെയ്തിട്ട്. അപ്പം Q&A എന്നല്ല, വീഡിയോയേ ചെയ്യാറില്ല നമ്മൾ. അപ്പം ഈ മൈക്കൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് ഉപയോഗിക്കാതിരുന്നിട്ട് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ മൈക്കായിരുന്നു. നമ്മളധികം ആദ്യമൊക്കെ യൂസ് ചെയ്തു, പിന്നെ വീഡിയോ എടുക്കാതെ ആയപ്പോഴത്തേക്കും അത് കംപ്ലൈൻ്റ് ആയി. കുത്തിയിട്ട് അങ്ങനെ ചാർജ് കയറാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്രത്തോളം ക്ലിയർ ആണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. നല്ല കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു പുറത്ത്. അപ്പം അതിൻ്റെ സൗണ്ട് കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൈക്ക് വെച്ചതാണ്. പാകത്തിരുന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ സമ്മതിക്കില്ല, ഇവളെ എടുക്കണം എപ്പോഴും. പുറത്തൂടെ ആണെങ്കിൽ ഇവളിതിൽ നടന്നോളും. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പം എന്താ പറയുക, കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ വീഡിയോസിൻ്റെ അടിയിലൊക്കെ ആയിട്ട് വന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അവിടെ നമ്മൾ റെയറാണല്ലോ വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്താ ആദ്യം വന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം. ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. എടുക്കണോ? ഇതെല്ലാം കൂടെ അമ്മ ഏന് ചെയ്യുന്നേ? നോക്ക് ചേച്ചിമാരെ, അമ്മച്ചിരിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് കൂടുതൽ സമയം കിട്ടാത്തത്. വർക്ക്, അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ, കുഞ്ഞിനാനങ്ങൾ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ടൈം തീരെ കിട്ടുന്നില്ല. ഒരുപാട് പേരുടെ നിലവിളിയും പ്രശ്നമായിരുന്നു, ജോലിക്ക് പോകുന്നില്ല, ഞാൻ പണിയെടുക്കുന്നില്ല എന്നുള്ളത്. ആ ഒരു പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. അപ്പം അതാണ് ഒരു ക്വസ്റ്റ്യനായിട്ട് വന്നത് കേട്ടോ. പിന്നെ കുറച്ച് പേർക്ക് പറയുന്നുണ്ട്, നിങ്ങൾ ആകെ വീഡിയോ ഇടുന്നത് വല്ലപ്പോഴുമാണ്, വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റൽ വീഡിയോ ആണ്, അസുഖ വീഡിയോ ആണ്, അങ്ങനത്തെ വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ്. ഞാൻ ചോദിക്കട്ടെ, നമുക്കുള്ളതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 365 ദിവസം ഉണ്ടെങ്കിൽ അതിനകത്തൊരു 200 ദിവസവും ഹോസ്പിറ്റലാണ്. അവിടെ ഇവിടെ വായോ, ഇവിടെ വാ. ഒരു 200 ദിവസവും ഹോസ്പിറ്റലിലാണ്. അത് കാരണം നമുക്കതിനകത്ത് പ്രത്യേകിച്ച് വേറെ വീഡിയോ ഒന്നും നമുക്ക് ചെയ്യാനോ പറയാനോ ഇല്ല. അപ്പോൾ ജസ്റ്റ് അവിടെ പോകുമ്പോൾ ഊട്ടിയേ ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. ഇടയ്ക്ക് ഇവളുടെ പുറകെ ഓടും, അതാണ് നിങ്ങൾ എന്നെ കാണാതെ പോകുന്നത്. അപ്പം അതൊക്കെയാണ് നമുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് കുറച്ച് ഞാൻ എന്നാലും എപ്പോഴും പോകുമ്പോഴൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല. ചുമ്മാ രസത്തിന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്ത് ശീലിച്ചത് കൊണ്ട് നമുക്കറിയാതെ നമ്മുടെ ക്യാമറ ഓണാക്കും, നമ്മുടെ മൈൻഡിൽ ഓണാക്കൂ, എന്നെ ഓണാക്കൂ എന്ന് ഫോണിലിരുന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ക്യാമറ ഓണാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ വീഡിയോ എടുക്കും. ചില വീഡിയോസ് ഒന്നും ഇടാറ് പോലും ഇല്ല. എനിക്ക് തന്നെ തോന്നും, വേണ്ട, ഹോസ്പിറ്റൽ വീഡിയോ എന്നെ ഇടാനാ, ഇങ്ങോട്ട് വരണേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ ഹോസ്പിറ്റൽ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാനത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വീഡിയോയിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോസ് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. അപ്പം അതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആവക്കുഞ്ഞിനിപ്പോൾ എത്ര വയസ്സായി, ആവക്കുട്ടി എന്തൊക്കെ ഫുഡ് കഴിക്കും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ആവക്കുട്ടിക്ക് 1.25 വയസ്സ് കേട്ടോ. അതായത് സെപ്റ്റംബർ 3-ാം തീയതി ആകുമ്പോഴത്തേക്കും അവൾക്ക് 2 വയസ്സ് കംപ്ലീറ്റ് ആകും കേട്ടോ. അപ്പോൾ അതാണ് ആവക്കുട്ടിയുടെ ഒരു കാര്യം. ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ, ഫുഡ് റൊട്ടീനൊക്കെ വീഡിയോ ചെയ്യാനൊക്കെ നേരത്തെ എല്ലാവരും പറയുമായിരുന്നു. ഫുഡ് എന്ന് പറയുന്ന സാധനം പുള്ളിക്കാരി കഴിക്കത്തില്ല. വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കഴിക്കും. ഫുഡ് കഴിക്കാൻ മിക്ക പിള്ളേരും അങ്ങനെയാണ്. ഇവൾക്ക് ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാൻ, ഒരു വകയും കഴിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്താണ് ഇഷ്ടം, അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ളൊരു സാധനമുണ്ട്, പച്ചമാങ്ങയല്ല, പച്ചമാങ്ങയാണ് കേട്ടോ കൂടുതലും ഇഷ്ടം. അത് അവൾക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്. അല്ലാതെ അവൾ അങ്ങനെ എന്താപ്പാ അങ്ങനെ ഒന്നും തന്നെ അങ്ങനെ ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. പിടിക്കില്ലേ,
ഫുഡൊക്കെ ഭയങ്കര നിർബന്ധിച്ചാൽ, അല്ലെങ്കിൽ കാക്ക, പൂച്ച, ആട്, പട്ടിയൊക്കെ കാണിച്ച് ഞാൻ ലോകം മുഴുവനും കൊണ്ട് നടന്നാൽ എന്തെങ്കിലും ഒരു ശകലം കഴിച്ചാലായി. പിന്നെ എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ കാണുവാണെങ്കിൽ, അതായത് പട്ടി, ഫോൺ അനക്കാതെ പട്ടി, പൂച്ച ഒക്കെ കാണുവാണെങ്കിൽ അവൾക്ക് ഇഷ്ടമാണ്. അതുങ്ങളെ കാണുമ്പോൾ അവൾ കൊടുത്താൽ കഴിക്കും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ആവക്കുട്ടിയുടെ കാര്യങ്ങൾ. അപ്പം ഇനി അച്ചാച്ചൻ്റെ വീട്ടിൽ എന്നാ പോകുന്നതെന്നുണ്ടായിരുന്നു. അച്ചാച്ചൻ്റെ വീട്ടിൽ പോകുന്ന കാര്യം പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതെയാണ് പോകുന്നത്. പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനകത്തൊരു പ്ലാനിങ് ഒന്നുമില്ല. പിന്നെ കുറേ പേർക്കൊക്കെ ഇപ്പോഴും സംശയമാണ് നമ്മൾ തമ്മിൽ പ്രശ്നങ്ങളാണ്, വഴക്കാണെന്നൊക്കെ ഉള്ളത്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോകാൻ വരികയൊക്കെ ചെയ്യുമോ? ഇല്ല. പിന്നെ മനുഷ്യരാണ്, നമുക്ക് സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതെല്ലാ കാലവും നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ആർക്കാണ് എപ്പോഴാണ് ആരെ കൊണ്ടാണ് ആവശ്യം വരിക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സന്തോഷമായിട്ട്, എപ്പോഴും സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. എല്ലാവരും വേണം അല്ലേ? എല്ലാവരും നമുക്ക് വേണം. അപ്പം അങ്ങനെ ഒരു രീതിയിലാണ് കേട്ടോ. അങ്ങനെയാണ്. സാരില്ല, അവള് തട്ടി ഞാൻ വഴക്ക് പറയുമെന്ന് വിചാരിച്ചിട്ട് എന്നെ നോക്കുവാണ്. സാരല്ല കേട്ടോ. കുറേ ദിവസത്തെ മഴയ്ക്കൊക്കെ ശേഷം ഇപ്പോഴാണൊന്ന് തെളിഞ്ഞത്. അവിടെ മരം വെട്ടുന്ന അങ്ങനെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വേറെന്താ? വേറെ ഒന്നുമില്ല കേട്ടോ. വേറെ പിന്നെ നമ്മുടെ വീട് വാടകയാണോ സ്വന്തം വീടാണോ എന്നൊക്കെയാണ്. നമ്മൾ വാടക വീട്ടിലാണ്. ഏകദേശം ഒരു 2 വർഷം, അതായത് ആ കുട്ടിയെ പ്രഗ്നൻ്റ് ആയ ടൈം തൊട്ട് ദേവക്ക് 2 വയസ്സാകാൻ പോവാണ്. ആ സമയം വരെ നമ്മൾ റെൻറ്റ് ഹൗസാണ് കേട്ടോ. നമ്മൾ വാടക വീടാണ്. സ്വന്തമായിട്ടൊരു വീടൊക്കെ ഉണ്ടാകുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ ദൈവം സഹായിച്ച് ഉണ്ടാകുമായിരിക്കും. ഇതെന്തിനാ അങ്ങനെ കുത്തിയിരിക്കുന്നത്? അപ്പോൾ അതൊക്കെ നടക്കുമായിരിക്കും, ദൈവം അനുഗ്രഹിച്ചാൽ. ഓക്കെ. അപ്പം അതാണ് ഒരു കാര്യം. മെയിനായിട്ട് ചോദിച്ചത് എൻ്റെ ജോലിയുടെ കാര്യമായിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരം ഞാൻ തന്നു. ജോലിക്ക് പോകുന്നുണ്ട്. എന്താ പഠിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പഠിച്ചത് BSc നേഴ്സിംഗ് ആണ് കേട്ടോ. BSc നേഴ്സിംഗ് കർണാടകയിലാണ് പഠിച്ചത്. വർക്ക് ചെയ്തുകൊണ്ടിരുന്നതും അവിടെയാണ്. ഞാൻ കേരളത്തിൽ അങ്ങനെ വർക്ക് ചെയ്തിട്ടേ ഇല്ല. വളരെ കുറച്ച് നാൾ മാത്രമേ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഞാൻ വർഷങ്ങൾ വർക്ക് ചെയ്തത്, അതായത് 6-7 വർഷം വർക്ക് ചെയ്തത് ഞാൻ ബാംഗ്ലൂരായിരുന്നു കേട്ടോ. കർണാടക, ബാംഗ്ലൂരിൻ്റെ പല പല സ്ഥലങ്ങളിൽ, കർണാടകയുടെ പല പല സ്ഥലങ്ങളിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 7 വർഷമൊന്നും ഒരു ഹോസ്പിറ്റലിൽ തന്നെയല്ല കേട്ടോ, പല ഹോസ്പിറ്റലുകളിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. നേഴ്സാണ് ബേസിക്കലി. ഐ എം എ നഴ്സ് എന്ന് പറയില്ലേ, അപ്പോൾ ആ ഒരു സംഭവം കേട്ടോ. അപ്പം അതാണ്. പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു കുട്ടി ചോദിച്ചു, കൊച്ചാന്ന് തോന്നുന്നു കേട്ടോ, യൂട്യൂബ് തുടങ്ങിയിട്ട് എത്ര വർഷമായി, യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം യൂട്യൂബ് തുടങ്ങിയിട്ട് 4 വർഷം ആവാറായി. 3.5 വർഷം തോന്നുന്നു, 3.5 വർഷം. ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേരുടെ സ്നേഹം നമുക്ക് കിട്ടിയിട്ടോ. കുറേ ആളുകൾ, അതായത് കുറേ അമ്മമാർ, കുഞ്ഞു കുട്ടികൾ, അനിയന്മാർ, ഇവരെയൊക്കെ നമ്മളെ കാണുമ്പോൾ തിരിച്ചറിയുകയും ചേച്ചി അല്ലെങ്കിൽ ചേട്ടാ അല്ലെ കുട്ടി എന്നൊക്കെ വന്ന് പറഞ്ഞ് അവർ നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ കുറേ പേരുടെ സ്നേഹം കിട്ടി. അതാണ് ഏറ്റവും വലിയ കാര്യം. ഈ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇതിൽ തുടങ്ങിയതിന് ശേഷം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യമാണ് കുറേ ആളുകളുടെ സ്നേഹം. അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. നമ്മളെല്ലാവരും തിരിച്ചറിയുക, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഓടി വന്നൊരു ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരുമല്ല, എങ്കിലും അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, അവർക്കൊരു സന്തോഷം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു സംഭവത്തിൽ കൂടി നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നേടിയെടുത്തൊരു കാര്യം. പൈസ അങ്ങനെയുള്ള സംഭവങ്ങളല്ല, അതിനേക്കാളൊക്കെ ഉപരി ഇതാണ്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തിരിച്ച് കിട്ടിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ടായിരുന്നു പോയത്. അപ്പോൾ അത് കിട്ടിയോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയിട്ടില്ല. പകരം നമ്മൾ പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ ഒരു 67K ഫോളോവേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അതും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ്. നമ്മൾ അത്യാവശ്യം വീഡിയോസ് അതിലേക്ക് ഓടുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത്രയും ഒരു ഇതിലേക്ക് എത്തി. വിചാരിച്ചതല്ല, എനിക്കൊട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. കാരണം ഒരെണ്ണം പോയി കഴിഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് മടുത്തു പോയായിരുന്നു. എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒക്കെ ആ വഴി പോയായിരുന്നു കേട്ടോ. മടുപ്പായിരുന്നു. പിന്നെ ഇപ്പോൾ അച്ഛനാണ് അതിലേക്ക് വീഡിയോ ഇടുന്നതും അത് നോക്കുന്നത് നോക്കിയിട്ട്. ഈയിടെ ആയിട്ടാണ് ഞാൻ പിന്നെയും അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാറ്. കാരണം പോയി കഴിഞ്ഞപ്പം ഭയങ്കര വിഷമമായി പോയി. നമുക്കൊന്നിനൊരു മൂടില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിട്ടോ. ഞാൻ അവിടുത്തെ അച്ഛൻ വന്നതാണ്. അപ്പം അച്ഛയല്ല, അപ്പുറത്തൂടെ വണ്ടി പോയതാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു വിശേഷം എന്ന് പറയണത്. മൈക്ക് എത്രത്തോളം വർക്കാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇതെല്ലാം എടുത്തു കഴിയുമ്പോൾ സൗണ്ട് ഇല്ലെങ്കിൽ ഞാൻ പ്ലിങ് എന്നാവും. എന്തോ
ഇനി ഞാൻ ആവൂട്ടിയെ കാണിച്ചു തരാം, ആവൂട്ടിയുടെ കുറച്ച് കലാവിരുതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ വീട്ടിൽ അച്ഛൻ പോയപ്പോൾ അവിടെ ചെന്നിട്ട് വീഡിയോ കോൾ വിളിച്ചപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി, ഇവളെ കൊണ്ടുപോകാതെ പോയേനെ കേട്ടോ. കാരണം വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അവിടെ ചെല്ലുക, ആദ്യക്കുട്ടനെ അന്നക്കുട്ടനെ കാണുക. ഏറ്റവും ഇഷ്ടം അവൾക്ക് ഇച്ചായനെയാണ് കേട്ടോ, ചേട്ടായിയെ ഏറ്റവും ഇഷ്ടം ഇച്ചായനാണ്. ഇപ്പം നമ്മളൊരു ഉടുപ്പ് ഔട്ട് എന്നാ കാണിക്കുന്നത്, ഡ്രസ്സ് ഇപ്പോൾ അവൾ കുളിച്ചിട്ട് ഒരു ഉടുപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തിട്ട് വന്നു ചോദിച്ചു, അവൾ ഇങ്ങോട്ട് പറയും ഇത് ഇച്ചായം മേടിച്ചത് ഉടുപ്പാണ്. ഞാൻ മേടിച്ചത് ഉടുപ്പായിരിക്കും, മേടിച്ച് കൊടുത്തായിരിക്കും, എങ്കിലും അവൾ പറയും ഇച്ചായം മേടിച്ചതെന്ന്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇച്ചായനെ കാണണം എന്ന് പറഞ്ഞ് വീഡിയോ കോൾ വിളിക്കുക, അങ്ങനെ ഭയങ്കര സ്നേഹം. അപ്പോൾ അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് അവർ ഇങ്ങനെ സ്നേഹിക്കും കാണിക്കുന്ന കാണുമ്പോൾ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ചെറിയ വിശേഷങ്ങൾ. ഞാൻ അവളെ കാണിച്ചു തരാം കേട്ടോ. ആവൂട്ടി ആവൂട്ടി ഇങ്ങോട്ട് നോക്ക്, പോവാണോ? ഗ്ലാസ് എടുക്കല്ലേ, പൊട്ടിപ്പോകും. വാ വർത്താനം പറഞ്ഞേ. സൂത്തറോ ആവൂട്ടി? അതാണ് എനിക്ക് ഇതിലേറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്യൂട്ടായിട്ടുള്ള സംഭവം കേട്ടോ. ആവൂട്ടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൾ എന്തോന്ന് വിളി കേൾക്കും. മൈക്ക് ശൂത്തരം തോടല്ലേ, പെറു 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 പെരു പെരാന്ന് സൗണ്ട് കേൾക്കും. ആവൂട്ടി ആവൂട്ടി ഇവിടെ നോക്ക്, വിളിയട്ടെ. ആവൂട്ടി ആവൂട്ടി ഇവിടെ നോക്കിക്കേ, ചേച്ചിമാരോട് വേണം. ആവൂട്ടി അയ്യോ ദേഷ്യപ്പെടാൻ തുടങ്ങി, പോടി കാന്താരി. അയ്യോ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ അല്ലേ, ഇച്ചിരി എടുക്കല്ലേ പൊന്നെ, സൗണ്ട് കേൾക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. മൈക്കിന് വേണ്ടിയിട്ട് ആവൂട്ടി വഴക്കുണ്ടാക്കുകയാണ്. അപ്പോൾ ടാറ്റ ബൈ.